പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരും. ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ രാത്രി താപനില ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അലക്സ് റാം മുഹമ്മദ് ചെയ്യുന്നു. അലക്സ്, ഈ സാധാരണഗതിയിൽ ഈ താഴ്ന്ന താപനിലയുടെ കാര്യത്തിൽ ഒരു സമാധാനം ഉണ്ടാവുന്നതാണ് ഇനി ആ റേഞ്ച് വരുമ്പോൾ. പക്ഷേ ആ താഴ്ന്ന താപനിലയിൽ പോലും ഉയർന്ന ചൂട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് സമാനതകളില്ലാത്ത കൊടുംചൂടാണ്. ഹാഷ്മി, നിസ്സംശയം അങ്ങനെ തന്നെ പറയാം. അതായത് ഇന്ന് രാവിലത്തെ ചൂടിന്റെ കണക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്ത് വിടുന്നത്. അത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ചൂട് എത്രത്തോളം ആയിരുന്നു എന്ന് വൈകുന്നേരത്തോടു കൂടെ അറിയാൻ പറ്റുള്ളൂ. ഈ രാവിലെ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് തന്നെ പല ജില്ലകളിലും സാധാരണ രേഖപ്പെടുത്തുന്ന കുറഞ്ഞ താപനിലയേക്കാൾ വളരെയധികം കൂടുതൽ ചൂടാണ് പലയിടങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. കോഴിക്കോട് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4.7 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴയിൽ 4.8 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ 4.4 ഡിഗ്രിയും, കണ്ണൂരിൽ 4.3 ഡിഗ്രി സെൽഷ്യസും, തിരുവനന്തപുരം എയർപോർട്ടിൽ 4.3 ഡിഗ്രി സെൽഷ്യസും, അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ 4.5 ഡിഗ്രി സെൽഷ്യസും, കോട്ടയത്ത് 4.3 ഡിഗ്രി സെൽഷ്യസും കൂടിയ ചൂട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഇത്തരം ഇടങ്ങളിലെല്ലാം 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ചൂട് വരുന്നു. അത് ഈ ഒരാഴ്ച കൂടി തുടരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. 1 മണിക്ക് വരുന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതുക്കിയ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അനുസരിച്ച് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉഷ്ണതരംഗ സാധ്യത ആ 2 ജില്ലകളിലും ഇന്നും കൂടി തുടരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് രാത്രികാല താപനില മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല ഹാഷ്മി, ഇതടക്കം 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്, ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശ്ശൂരിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കർശനമായ ജാഗ്രത, വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത ഈ ഒരാഴ്ച കാലം കൂടി തുടരും. എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു പ്രശ്നം ചോദിക്കും, ജാഗ്രത എന്ത് ജാഗ്രത എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെയിൽ ഡയറക്റ്റേക്ക് ദേഹത്തേക്ക് അടിക്കാതിരിക്കാനുള്ള എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യുക. കുടയെടുക്കുക, വെള്ളം കുടിക്കുക, നിർജ്ജലീകരണം ഒഴിവാക്കുക തുടങ്ങിയ നമുക്ക് ബേസിക് കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ലാതെ ഉഴപ്പും വിചാരിക്കുക ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ചൂട് വല്ലാത്ത ചൂടാണ്.